ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല. നടുവേദന ഇന്ന് സർവ്വസാധാരണമാവുകയും പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ സാരമായി അത് ബാധിക്കാറുമുണ്ട്. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും പിടിപെടാറുമുണ്ട്. എങ്കിലും സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായി കാണാറുള്ളത്. എന്നാൽ നടുവേദനയുടെ കാരണം ഓരോരുത്തരിലും വ്യത്യസ്തവുമായിരിക്കും. നമ്മുടെ നട്ടെല്ലിന് വളരെ സങ്കീർണമായ ഘടനയാണുള്ളത്. കശേരുക്കൾ, ഡിസ്കുകൾ, പേശികൾ, സ്നായുക്കൾ, ലിഗമെന്റുകൾ തുടങ്ങിയവയെല്ലാം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നട്ടെല്ല് ശരിയായി താങ്ങി നിർത്തുകയും ശരീരത്തിന്റെ ചലനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. കശേരുകൾ തമ്മിൽ കൂട്ടി ഉരസുന്നത് തടയുന്നതിനും നട്ടെല്ലിന് മുകളിലുള്ള സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിനുമായി കശേരുകൾക്കിടയിൽ മൃദുവായ ഒരു ഭാഗമുണ്ട്. ഇവയാണ് ഡിസ്കുകൾ. ആരോഗ്യമുള്ള ഒരാൾക്ക് നട്ടെല്ല് ശക്തിയുള്ളതും വഴക്കമുള്ളതുമായിരിക്കും. നട്ടെല്ലിന്റെ സുഗമമായ ചലനങ്ങൾക്ക് തടസ്സം നേരിടുമ്പോഴാണ് സാധാരണയായി നടുവേദന ഉണ്ടാകുന്നത്. ആർത്തവം നിലയ്ക്കുന്നതോടെ ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനം, ജലാംശത്തിന്റെ കുറവും ഒക്കെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രധാന കാരണമാകുന്നു. കൂടാതെ കഠിനാധ്വാനം, ഭാരമെടുക്കൽ, ഒരേ ഇരിപ്പിൽ കൂടുതൽ സമയമുള്ള ജോലി, യാത്രകൾ, അധിക സമയം നിൽക്കുന്നത്, പൊക്കമുള്ള ചെരുപ്പുകൾ ധരിക്കുന്നത്, അധിക ദൂരം നടക്കൽ, ഇരുചക്ര വാഹനങ്ങൾ അമിതമായി ഓടിക്കുക മുതലായവയൊക്കെ നടുവേദനയുടെ കാരണമാകും. ഡിസ്കുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കശേരുകളിലെ പരസ്പരം ബന്ധിക്കുന്ന ലിഗമെന്റുകൾക്കുണ്ടാകുന്ന വലിച്ചിലുകൾ, നട്ടെല്ലുമായി ബന്ധപ്പെടുന്ന പേശികൾക്കുണ്ടാകുന്ന ഉളുക്കുകൾ, തെറ്റായ ജീവിതശൈലി തുടങ്ങിയവയൊക്കെ നടുവേദനയ്ക്കിടയാകുന്ന മറ്റു ചില ഘടകങ്ങളാണ്. കൂടാതെ നട്ടെല്ലിന്റെ പരിക്കുകൾ, ആയാസമുള്ള ജോലികൾ, പൊട്ടിയതോ പുറത്തേക്ക് തള്ളിയതോ ആയ ഡിസ്കുകൾ, കിടപ്പ് തുടങ്ങിയ ശരീരനിലകളിലുള്ള പ്രശ്നങ്ങൾ, അസ്ഥിക്ഷയം, നട്ടെല്ലിന്റെ സ്വാഭാവിക വളവുകളിൽ ഉണ്ടാകുന്ന മാറ്റം, അമിതവണ്ണം, മാനസിക സമ്മർദ്ദങ്ങൾ, അർബുദം തുടങ്ങിയവയൊക്കെ നടുവേദനയായി മാറാറുണ്ട്. നടുഭാഗത്തോ പുറത്തോ വേദന, കുനിയാനും നിവരാനും ബുദ്ധിമുട്ടുണ്ടാവുക, നടുവിൽ പെട്ടെന്നുണ്ടാകുന്ന വേദന, നിൽക്കുവാനും നടക്കുവാനും പ്രയാസം, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വേദന കൂടുക, കാലിന് ബലക്ഷയം തുടങ്ങിയവയാണ് സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. കശേരുകൾക്കിടയിലെ ഡിസ്കുകളിൽ സാധാരണഗതിയിൽ ധാരാളം ജലാംശം ഉണ്ടായിരിക്കും. പ്രായമാകും തോറും ഡിസ്കുകൾ പൊട്ടാനും തെന്നുന്നതിനുമുള്ള സാധ്യത കൂടും. ഇങ്ങനെ ഘടനമാറ്റം വന്ന ഡിസ്കുകൾ തൊട്ടടുത്തുള്ള നാഡികളിൽ ചെലുത്തുന്ന സമ്മർദ്ദമാണ് നടുവേദനയായി അനുഭവപ്പെടുന്നത്. പലപ്പോഴും വേദന കാലുകളിലേക്കും വ്യാപിക്കാറുണ്ട്. പെട്ടെന്നൊന്ന് തിരിയുകയോ അമിത ഭാരമെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കശേരുകൾക്കിടയിൽ സമ്മർദ്ദമുണ്ടായി ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നു. ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും ഉണ്ടാകുന്ന അണുബാധയും മറ്റു രോഗങ്ങളും, ഗർഭകാലം, പ്രസവം, കുടവയർ ഉണ്ടാകുന്നത്, പേശികളുടെ ബലക്ഷയം ഇവയെല്ലാം തന്നെ സ്ത്രീകളിൽ നടുവേദന ഉണ്ടാക്കാറുണ്ട്. പ്രസവാനന്തരം ശരിയായ വിശ്രമം എടുക്കാതെ ഇരുന്നാലും, വേണ്ട രീതിയിൽ പ്രസവ ശുശ്രൂഷ ചെയ്യാതെ ഇരുന്നാലും ഒക്കെ നടുവേദന ഉണ്ടാക്കാം. സ്ത്രീകളിൽ ഗർഭകാലത്ത് 4 മുതൽ 7 മാസങ്ങൾക്കിടയിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ഭാരക്കൂടുതലും മൂലം നട്ടെല്ല് അല്പം വളയുകയും ക്രമേണ അധിക സമയം നിൽക്കുകയോ നടക്കുകയോ ഭാരമെടുക്കുകയോ ചെയ്താൽ വേദനയും ഉണ്ടാകാം. തണുപ്പ് അധികം ഏൽക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, തുണി അധിക സമയം നിന്ന് കഴുകുക, തറ തുടയ്ക്കുക, വീടിനുള്ളിൽ തണുപ്പ് കാലത്ത് ചെരുപ്പിടാതെ നടക്കുക തുടങ്ങിയ കാരണങ്ങളൊക്കെ നടുവേദനയ്ക്ക് ഇടയാക്കാം. തണുത്ത ആഹാരം അമിതമായി കഴിക്കുക, തൈര്, മോര് തുടങ്ങിയ ശീത ഗുണമുള്ള ആഹാരം അധികം ഉപയോഗിക്കുക, പാൽ, വെണ്ണ, നെയ്യ് ഇവ ഒട്ടും ഉപയോഗിക്കാതെ ഇരിക്കുക, സൂര്യപ്രകാശം ഒട്ടും ഏൽക്കാതെ ഇരിക്കുക, ഉറക്കമൊഴിയുക, ഭയം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദങ്ങൾ മുതലായവയും നടുവേദനയ്ക്ക് കാരണമാകും. പോഷകാഹാരക്കുറവ്, പ്രത്യേകിച്ചും കാൽഷ്യം കുറഞ്ഞ ആഹാരം നിത്യവും ഉപയോഗിക്കുക, പുളിരസമുള്ള കറികൾ, നാരങ്ങ ഇവയൊക്കെ അമിതമായി ഉപയോഗിക്കുക, ഗർഭിണികൾക്ക് ആഹാരത്തിലൂടെ കാൽഷ്യം വേണ്ട അളവിൽ ലഭിക്കാതെ ഇരിക്കുന്നതും നട്ടെല്ലിന് കട്ടി കുറയുവാനും അവയിൽ ചെറിയ ശോഷണങ്ങൾ ഉണ്ടാവാനും ഇടയാകും. ആർത്തവം നിലച്ച് 10 വർഷത്തിന് ശേഷവും ചെറുപ്പത്തിലെ ഗർഭപാത്രം നീക്കപ്പെട്ടവരിലും ഇത്തരം അവസ്ഥ കാണാറുണ്ട്. ആർത്തവ സംബന്ധമായ രോഗങ്ങളും നടുവേദനയ്ക്ക് കാരണമാകാം. ഗർഭാശയമുഖം ചുരുങ്ങിയിരുന്നാൽ ആർത്തവ രക്തസ്രാവം സുഗമമല്ലാതെയാവുകയും തന്മൂലം ആർത്തവത്തോടനുബന്ധമായി വയറുവേദന, നടുവേദനയും ഒക്കെ ഉണ്ടാകാം. ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന നീര്, അണുബാധ, മുഴകൾ ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. ഗർഭാശയം താഴോട്ടിറങ്ങി വരുന്നവരിൽ അധിക സമയം നിൽക്കുന്നത് തീവ്ര നടുവേദന ഉണ്ടാക്കും. ആയുർവേദത്തിൽ രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയിൽ പ്രാധാന്യം.
രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഔഷധ തൈലപ്രയോഗങ്ങൾ, അഭ്യംഗം, സ്വേദനം, വിവിധതരം കിഴികൾ, പിഴിച്ചിൽ, ലേപന പ്രയോഗങ്ങൾ, വിരേചനം, പസ്തി എന്നിവയൊക്കെ നടത്താറുണ്ട്. ചികിത്സയ്ക്ക് പുറമെ ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം, ആഹാര രീതി എന്നിവയൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. കൂടാതെ ദഹനശക്തി കൂടുന്നതും എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതും മലബന്ധം ഒഴിവാക്കുന്നതുമായ ആഹാരക്രമം പരിപാലിക്കുക. ഉയരത്തിന് ആനുപാതികമായി ശരീരഭാരം നിലനിർത്തുക. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ കൃത്യമായ ഇടവേളകളിൽ എഴുന്നേറ്റ് നടക്കുക. ഹൈ ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നവർ അത് ഒഴിവാക്കുക. ശരിയായ രീതിയിലുള്ള മെത്തകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുന്നത് നടുവേദന വരാതെ ഇരിക്കുന്നതിനും വേദനയുള്ളവരിൽ വേദന കുറയ്ക്കുവാനും സഹായകരമാണ്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം ഭുജംഗാസനം ശീലമാക്കുക തന്നെ വേണം. അത് നടുവേദന വരാതെ ഇരിക്കുവാൻ നമ്മെ സഹായിക്കും.